ആശുപത്രിയിൽ വെച്ച് കല്യാണിയെ സരയു കൊന്നു. അതെ, അതാണ് ആ കഥയുടെ അവസാനം. അങ്ങനെ കല്യാണി മരിക്കുകയാണ് ചെയ്യുന്നത്. സരയു കല്യാണിയെ കൊന്നു തള്ളി. രണ്ട് കാര്യത്തിനായിരുന്നു സരയു ഇത് ചെയ്തത്. കല്യാണി രക്ഷപ്പെട്ടതിനും അതുപോലെ തന്നെ ഇനി ജീവനോടെ അവളെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും അതുകൊണ്ട് കിരണിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ലെന്നും മനസ്സിലാക്കുന്നതോടുകൂടിയാണ് സരയു കൊല്ലുന്നത്. അതോടൊപ്പം തന്നെ തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണം കിരണും കൂടിയാണെന്ന് അറിയുന്നതോടുകൂടി അതിൻ്റെ വൈരാഗ്യത്തിലും കിരണെ സ്വന്തമാക്കാനും കൂടെ വേണ്ടിയാണ് സരയു ഇങ്ങനെ യാതൊരു തെളിവുമില്ലാതെ കല്യാണി തനിച്ച് ആശുപത്രിയിൽ മുറിയിൽ കഴിയുമ്പോൾ പെട്ടെന്ന് കല്യാണിയെ ഒരു തെളിവുമില്ലാതെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത്. അതോടുകൂടി മൗന രാഗത്തിൻ്റെ കഥ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. കല്യാണി മരിക്കുന്നതോടുകൂടി അങ്ങനെ കഥ അവസാനിക്കുന്നു. അവസാനം കിരണ സത്യങ്ങൾ തിരിച്ചറിയുന്നു. എന്തായാലും അധികം വൈകാതെ തന്നെ ഇത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. കല്യാണിയുടെ മരണം സംഭവിക്കുന്നു. അങ്ങനെ കിരണും കുഞ്ഞും അനാഥരാവുകയാണ് ചെയ്യുന്നത്. കല്യാണിയെ ജീവനോടെ രക്ഷപ്പെട്ടതിൽ സരയുവിന് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കല്യാണിയുടെ മരണം ഉറപ്പാക്കിയ ശേഷമായിരുന്നു സരയു കിരണെ സ്വന്തമാക്കാൻ